ശ്രീ റോണി കെ ബേബി, ഇന്ത്യ സഖ്യം ഇവിടെയും കേരളത്തിലും വളരെ സജീവമാകുന്നു എന്നത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ വോട്ടിംഗ് പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ BJP നിർണായക ശക്തിയാകാൻ സാധ്യതയുള്ള പല പഞ്ചായത്തുകൾ, നഗരസഭകൾ, അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് ചിലയിടത്ത് കാണുന്നില്ല, ചിലയിടത്ത് LDFിൻ്റെ വോട്ടുകൾ കാണുന്നില്ല. ആ രീതിയിൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ പാലക്കാട് നഗരസഭ തന്നെ BJP 10 വർഷമായി ഭരിക്കുന്ന, അല്ലെങ്കിൽ ഒരു BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ, വികസന രാഷ്ട്രീയത്തിൻ്റെ ഒരു രൂപരേഖയായിട്ട് BJP ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്ഥലമാണല്ലോ പാലക്കാട്. അവിടെ തന്നെ BJP സഖ്യത്തെ അധികാരത്തിൽ നിന്നും മാറ്റണം, അതിന് LDFും UDFും ഒരുമിക്കണമെന്ന് ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവിടെ DCC അധ്യക്ഷൻ, അവിടുത്തെ കോൺഗ്രസ് MP ഇവരെല്ലാം സമാനമായ രീതിയിലുള്ള പ്രതികരണം നടത്തുകയാണ്. അപ്പോൾ ദേശീയ തലത്തിലുള്ള ആ ഒരു ഇന്ത്യ സഖ്യം അത് കേരളത്തിലും വളരെ സജീവമാകട്ടെ എന്ന നിലപാടാണോ കോൺഗ്രസിനുള്ളത്? നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ചില പോക്കറ്റ് അടിക്കാരെ കാണാറുണ്ട്. അവർ പോക്കറ്റ് അടിക്കും, എന്നാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ബഹളം വെക്കും. ആണ്ടേ പോക്കറ്റ് അടിക്കാരൻ വരുന്നത് ജനക്കൂട്ടം മുഴുവൻ അവരുടെ പുറകെ പോകും. അപ്പോൾ യഥാർത്ഥ പോക്കറ്റ് അടിക്കാരൻ രക്ഷപ്പെടും. അത് തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത CPM-ഉം കോൺഗ്രസും ധാരണയുണ്ട് എന്ന രീതിയിലൂടെ ചർച്ച നടത്തി യഥാർത്ഥത്തില് BJPയും CPM തമ്മിലുള്ള ഒരു അന്തർധാര മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഗൂഢമായ ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുക. ഇന്ന് ജനൻ TVയിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചത്, ഇന്ന് ഡൽഹി ഹൈക്കോടതി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെയുള്ള EDയുടെ കുറ്റപത്രം വലിച്ചു കീറി ഇവിടെ കുപ്പത്തൊട്ടിലിട്ടിരുന്നു. അത് ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ജനൻ TVയിൽ എത്രയോ തവണ ചർച്ച ചെയ്തു സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ EDയുടെ കുറ്റപത്രം. അത് പോയ വഴി കണ്ടിട്ടില്ല. അപ്പോൾ ഏതൊക്കെയാലും അത് ജനൻ TV അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ നമ്മളറിയാം, കാര്യം മാത്രം പറഞ്ഞാൽ മതി. BJPയുടെ 4% വോട്ട് അവിടെ പോയി, അത് പരിശോധിക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് കിട്ടിയ പാർട്ടിയാണ് BJP. ഇപ്പോൾ അവർക്കുള്ളത് 16%. 4% വോട്ട് അവിടെ പോയി. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് ഞങ്ങൾ നേടുമെന്നാണ് ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. ഞാൻ മറ്റൊരു കാര്യങ്ങൾ പറയട്ടെ. കേരളത്തിലെ ഏകദേശം 1000-ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അതില് BJP ജയിച്ചത് എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്? 30-ൽ താഴെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. പെർസെന്റേജ് വൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2% പോലും വരുന്നില്ല. എവിടെയാണോ ഈ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് CPM തമ്മിൽ രഹസ്യധാരണ ഉണ്ടാക്കി? അത് പരസ്യധാരണയാണല്ലോ ശ്രീ റോണി കെ ബേബി. അത് കേരളത്തിൽ ഉണ്ടല്ലോ നിലവിൽ. ഈ താങ്കളിപ്പോ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് വിഹിതം അല്ലെങ്കിൽ എത്ര തദ്ദേശ സ്ഥാപനങ്ങൾ വിജയിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ 2020 നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് ഇത്രയും സീറ്റുകൾ പോലും ഇല്ല, ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP അധികാരത്തിൽ എത്തിയിരുന്നില്ല. ആ സമയത്ത് തന്നെ കോൺഗ്രസ് CPM സഖ്യം പല തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. താങ്കളുടെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയുടെ സ്വന്തം പഞ്ചായത്തിൽ വരെ. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇത്രയും ആധികാരികമായ വിജയം ഏതെങ്കിലും BJPക്കാർ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. CPM-കാർ ഇതുവരെ അവർ സമ്മതിച്ചിട്ടില്ല. അവരിപ്പോഴും പറയുന്നത് തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നാണ് ഇപ്പോഴും CPM-ന്റെ നേതാക്കൾ പറയുന്നത്. BJPക്കാർ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് ഏതൊക്കെയാലും UDF ഏതൊക്കെയാലും ആധികാരികമായ വിജയം നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ നേടി. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും അതിനു മുൻപ് ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കാട്ടിയ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? ഞങ്ങൾ ഉയർത്തിക്കാട്ടിയ വിഷയം എന്ന് പറയുന്നത് CPM-ഉം BJP-യും നമ്മൾ രഹസ്യമായിട്ടുള്ള അന്തർധാരയാണ്. അതിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എത്രയോ കൃത്യമായി ബോധ്യപ്പെട്ടു. CPM-ന്റെ അന്നത്തെ അല്ലെങ്കിൽ LDFിന്റെ കൺവീനർ ആയിരുന്ന EP ജയരാജൻ, അദ്ദേഹം BJPയുടെ കേരളത്തിന്റെ മുഴുവൻ ചുമതല ഉണ്ടായിരുന്ന പ്രകാശ് ജാവ്ദേക്കറുമായി ചായ കുടിച്ചു. ഇതിനേക്കാളും വെറുതെ സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി ആവത്തില്ലല്ലോ. മുഖ്യമന്ത്രി അതീവ വിശ്വസ്തനായ ADGP അജിത് കുമാർ, അദ്ദേഹം ഒരു പടി കൂടി കടന്ന്. റോണി കെ ബേബി, ഞാൻ അങ്ങയുടെ ഈ ആരോപണത്തിന് BJP ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ചില കണക്കുകൾ, ഞാൻ ഇപ്പോൾ വാണിയക്കുളം എന്ന പാലക്കാട്ടെ ഒരു പഞ്ചായത്ത്, അവിടെ നോക്കൂ, ഏതാണ്ട് 15 വാർഡുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറയുന്നത് 100-ൽ താഴെയാണ്. അത് കോൺഗ്രസിന് തീരെ സംഘടനാ സംവിധാനമില്ലാത്ത, കോൺഗ്രസിന് പ്രവർത്തനമില്ലാത്ത ഒരു പഞ്ചായത്തല്ല പാലക്കാട്ടെ വാണിയക്കുളം. അപ്പോൾ നിങ്ങളുടെ വോട്ട് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? അവിടെ LDFിന് 13-ഓളം സീറ്റുകൾ കിട്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ കിട്ടിയ കോൺഗ്രസിൻ്റെ വോട്ടുകൾ, കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ടുകൾ പോലും ചിലയിടത്തിൽ, അവിടെ 2 വാർഡുകളിൽ കോൺഗ്രസിന് 0 വോട്ടാണ്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും BJP അകറ്റാൻ അവിടെ സഖ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലേ? അറിയാം, ഈ പ്രാദേശികമായിട്ട് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ നമുക്കറിയാം ഒരു പഞ്ചായത്തിലെ എല്ലാ വാർഡിലും ഒരു പാർട്ടി ഒരുപോലെ ശക്തമായിരിക്കില്ല. ശക്തി കുറഞ്ഞ സ്ഥലങ്ങളുണ്ടാവും, ശക്തി കൂടുതലുണ്ടായ സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ CPM-നെ അകറ്റി നിർത്താൻ വേണ്ടി BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും, BJP അകറ്റി നിർത്താൻ വേണ്ടി CPM-ന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി BJPയെയും CPM-നെ അകറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസ് വോട്ട് ചെയ്ത് CPM-കാരുണ്ടാവും. അതൊക്കെ പ്രാദേശിക തലത്തിലുള്ള ചില വിഷയങ്ങളാണ്. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒറ്റപ്പെട്ടപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ ദുർബലമായ ഒരു സ്ഥലം. ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നെങ്കിൽ അവിടെ CPM അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ BJP അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടിയോ
അവിടെയുള്ള പ്രവർത്തകർ. കാരണം നമുക്കറിയാം ഈ കണ്ണൂരൊക്കെ നമ്മൾ കാണുന്നത് എത്ര കൊടിയ പീഡനമാണ്. ഇപ്പോൾ തന്നെ അങ്ങ് ഇവിടെ പറയുന്നു കോൺഗ്രസ് CPM-ഉമായിട്ട് ധാരണയിൽ പോകുന്നു. അവിടെ ഞങ്ങളുടെ കണ്ണൂരിൽ എത്രയോ പ്രവർത്തകരെയാണ് തല തല്ലി പൊട്ടിച്ച് അവരുടെ പുറം തല്ലി പൊട്ടിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ CPM-ഉമായിട്ടല്ലേ സഖ്യം ഉണ്ടാക്കിയേക്കുന്നത്, അതല്ലേ ഇന്ത്യ സഖ്യം. അപ്പം നിങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന ഒരു മുന്നണിയുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നത് ധാർമ്മികമായി ശരിയാണോ? KPCC പ്രസിഡന്റ് അല്ല, നിങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്നവരുമായി സഖ്യം ഉണ്ടാക്കുന്നത് ശരിയാണോ? നിസ്സംയുക്തമായി ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയമായി യോജിക്കാൻ കഴിയാത്തവരുമായി ഒരു ധാരണയും ഒരു സഖ്യവും കോൺഗ്രസിനെ കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകത്തില്ല. ഇത് തന്നെ സർക്കുലർ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും പഞ്ചായത്തിൽ ഇതുപോലെ ആരെങ്കിലും ഒരു തീരുമാനം എടുത്താൽ, അല്ലെങ്കിൽ BJP മാറ്റി നിർത്താൻ വേണ്ടി CPM-ന് വോട്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ CPM-നെ മാറ്റി നിർത്താൻ വേണ്ടി BJP-ക്ക് വോട്ട് ചെയ്യുകയോ, അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പാർട്ടിക്കകത്ത് ഉണ്ടാകത്തില്ല എന്ന് കൃത്യമായ നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ BJP ജയിക്കുകയോ CPM ജയിക്കുകയോ എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടാണ്, ഞങ്ങളുടെ സ്റ്റാൻഡാണ്. അല്ലാതെ ഞങ്ങൾ ഒരു അവിശുദ്ധ കൂട്ടിനും പോകത്തില്ല, ഞങ്ങൾ ഒരു അഹിത കൂട്ടുകെട്ടിനും പോകത്തില്ല. പ്രാദേശികമായി ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞെങ്കിൽ അതിനെ ഇവിടെ ഒന്ന് സാധൂകരിക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല. ബഹുമാനപ്പെട്ട KPCC അധ്യക്ഷനോ UDF-ന്റെ കൺവീനറായിട്ടുള്ള VD സതീശനോ ഞങ്ങൾ ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെന്റ് പറയാണ്, നാളെ CPM-നെ മാറ്റി നിർത്താൻ വേണ്ടി BJP-ക്ക് വോട്ട് ചെയ്തു, അല്ലെ BJP-യെ മാറ്റി നിർത്താൻ വേണ്ടി ഞങ്ങൾ CPM-ന് വോട്ട് ചെയ്തു എന്ന് അവർ ഒഫീഷ്യലായി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഞാൻ അതിനെ വന്ന് ന്യായീകരിക്കുക എന്നാണ് എന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാരണം ഞങ്ങൾ ഇവിടെ പൊരുതിയത്, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പോരാടിയത് ഒരേ സമയം തന്നെ CPM-നെതിരെയും BJP-ക്കെതിരെയും തന്നെയാണ് ഞങ്ങൾ ശക്തമായി പോരാടിയത്. അല്ലാതെ ഞങ്ങൾ ഇവിടെ ഈ രണ്ട് മുന്നണികൾക്കെതിരെയുമാണ് ഞങ്ങൾ പോരാടി ഇവിടെ ഇത്രയും ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ്. കാരണം ഞങ്ങൾ BJP നിസ്സാരമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ഒരിക്കലും BJP നിസ്സാരമായിട്ട് കാണുന്നില്ല. കാരണം BJP കൃത്യമായി വോട്ട് കൊടുത്ത സ്ഥലങ്ങളുണ്ട്, CPM കൃത്യമായി വോട്ട് കൊടുത്ത സ്ഥലങ്ങളുണ്ട്, ശക്തമായ ത്രികോണ മത്സരം നടന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോരാടി തന്നെയാണ്. അവിടെ ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് ഞാൻ